മനുഷ്യന് 4 ശക്തികൾ പ്രപഞ്ചം തന്നിട്ടുണ്ട്. 4 ശക്തികൾ പ്രപഞ്ചം തന്നിട്ടുണ്ട് എന്ന കാര്യം ആദ്യം നമ്മളൊന്ന് വിചാരിക്കണം. ഇതെല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രമൊന്നുമല്ല. നമ്മളൊക്കെ പാവങ്ങളാണേ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അതിലൊന്നാണ് ആകാശശക്തി. ആകാശത്തോളം നമുക്ക് വലുതാവാൻ കഴിയും. ഇതൊന്നും നാട്ടുകാരോട് പറയണ്ട, അവരുടെ മുമ്പിൽ ഒരു പോസ്റ്റുണ്ടാക്കുന്നു. ഈ ആകാശശക്തിയാണ് നമുക്ക് തേജസ് ഉണ്ടാക്കുക. ചില വ്യക്തികളെ കണ്ട അവർക്കൊരു തേജസ് എന്നുള്ളതുണ്ട്. അത് കുറെ ഇങ്ങനെ ആഹാരം കഴിച്ചു നല്ല തേജസ് ഉണ്ടാവും. ഗ്രാമീണ ഭാഷയെ പറഞ്ഞ ഗെറ്റപ്പ്. ഈ ഗെറ്റപ്പ് മുഴുവൻ വസ്ത്രധാരണത്തിലല്ല കിടക്കുന്നത്, വസ്ത്രം വേണം. ചിലപ്പോ 3 ഷർട്ടേ ഉണ്ടാവുള്ളൂ. ആ 3 ഷർട്ട് ഉള്ള വ്യക്തികൾ അതില് എവിടേക്കെങ്കിലും ഒരു ചടങ്ങിന് പോവുകയാണെങ്കിൽ ഒരെണ്ണം തിരുമ്പും, ഇയാളെന്നെ തിരുമ്പുക, കഞ്ഞി പിഴിയും, എന്നിട്ട് ഇസ്ത്രി കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇസ്ത്രി ഇടും. ഒരു ഷർട്ട് ഇസ്ത്രി ഇടണമെങ്കിൽ 10 നയാ പൈസയെങ്കിലും കൊടുക്കേണ്ട കാലമുണ്ട്. അവിടെ പോയിട്ട് ഇസ്ത്രി ഇടും. അവിടെ പോയിട്ട് ഇസ്ത്രി കിട്ടുന്നത് അന്നത്തെ ദിവസം ആ ഷർട്ട് ധരിക്കുമ്പോ ഒരു ഓജസ്സും തേജസ്സും ഉണ്ടാകും ആ വ്യക്തിക്ക്. അത് ആ വ്യക്തിയുടെ പ്രത്യേകതയാണ്. നല്ല ഗെറ്റപ്പിലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ കണ്ടമാനം വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല. കുറെ ഇങ്ങനെ വസ്ത്രം ധരിച്ചു, കുറെ കാട്ടിക്കൂട്ടലല്ല. അവർക്കൊരു തലയെടുപ്പുണ്ടാവും. ആ തലയെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രേഷ്ഠ ഭാവം. ഇതുപോലെയാണ് പ്രാണശക്തി രണ്ടാമത്തെ. ഈ പ്രാണശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്വാസമുടൽ മാത്രമല്ല, താൻ ചെയ്യുന്ന എല്ലാ കർമ്മത്തിലും ഒരു ശ്രേഷ്ഠത. എല്ലാ കർമ്മത്തിലും ചില വ്യക്തികൾ ധാരാളം പേരെ അവർ സഹായിക്കും. ആവശ്യം വരുമ്പോ അവർക്ക് ചിലപ്പോ കയ്യിൽ കാശുണ്ടാവും. അപ്പൊ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ ദാനം ചെയ്താൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാവുക? ഈ ദാനം ചെയ്യും കയ്യിൽ കാശില്ല എന്ന് പറയുന്നു. അപ്പൊ അതിലത്തെ ഒരാൾ പറഞ്ഞ മറുപടിയാണ്, ദാനൊക്കെ നിർത്താൻ, പക്ഷെ പിന്നെ എന്റെ ജീവിതം എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രേഷ്ഠത വേണ്ടേ? ആ പ്രാണശക്തി ഉദ്ദീപിച്ച ആൾക്ക് വാക്കിലും നോക്കിലും ശ്രേഷ്ഠത ഉണ്ടാകും. അവരുടെ ഡ്രസ്സ് കുറച്ച് മോശമാണെങ്കിലും മക്കളെ നല്ല ഡ്രസ്സ് ധരിപ്പിച്ചിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഒരു പിശുക്കും ഉണ്ടാവില്ല. ഇവര് ചിലപ്പോ പഴയ ഷർട്ട് വീണ്ടും ധരിച്ചുകൊണ്ട് വരും. ഈ പ്രാണശക്തിയെ ഉദ്ദീപിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ചിന്താശക്തി. എന്താ ഈ ചിന്താശക്തി കൊണ്ട് നമ്മൾ നിസ്സാര കാര്യമല്ല. ആകാശത്തു കൂടെ പോകുന്ന കഴുകൻ സകല പക്ഷികളും പറക്കുന്നതിനേക്കാൾ ഉയരത്തിൽ ഈ കഴുകൻ പറക്കും.
ഏറ്റവും ഉയർത്താണ് പറക്കുക. ബാക്കി പക്ഷികളൊക്കെ എത്ര ഉയരത്തിലാ പോണത്. ഏറ്റവും കാഴ്ചശക്തിയുണ്ട് കഴുകന്മാർക്ക്. പക്ഷെ കഴുകന്റെ കാഴ്ചശക്തിയെ കുറിച്ചിട്ട് അങ്ങനെ കവികളൊന്നും പാടി കേട്ടിട്ടില്ല. ഞാനും ഇപ്പൊ ഒരാളെ പ്രശംസിക്കുമ്പോ കഴുകന്റെ കാഴ്ചശക്തിയാണ് അയാൾക്ക്. എന്താ കാരണം? ഈ കഴുകൻ അത്ര ഉയർത്തി പറഞ്ഞിട്ട് എന്താ ചിന്തിക്കണറിയോ? കഴുകന്റെ നോട്ടം എന്താന്ന് വെച്ചാൽ ഏത് അഴുക്കുചാലിലാണ് എലി ചത്തു കിടക്കുന്നത്, ഇതാണ് നോട്ടം. എലി എത്തി കിടക്കുന്ന അവിടെ, ഇതാ നോട്ടം. പക്ഷെ അധികം ഉയർന്നു പറക്കാൻ കഴിയാത്ത ചിലവര് വളരെ ശ്രേഷ്ഠത ഉണ്ട്. നാലാമത്തെയാണ് ചിന്താശക്തി. ഈ ചിന്താശക്തി എന്ന് പറഞ്ഞാൽ ആ ചിന്താശക്തിയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ആത്മീയ ശക്തി. ഈ ആത്മീയ ശക്തി ഉള്ളവർ ഇപ്പോഴും ഉണ്ട്. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, അതൊക്കെ പണ്ട് കാലത്തായിരുന്നേ, ഇപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. നമുക്ക് അംഗീകരിക്കാൻ മടിയുണ്ട്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ മടി ഉള്ളത് കൊണ്ട് മഹാന്മാരെ കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ തൊട്ട വീട്ടിലുണ്ട് ആത്മീയ ശക്തി ഉള്ളവർ. ആ ശക്തിയുള്ള വ്യക്തികൾ അവര് പറഞ്ഞ വാക്ക് അവര് മാറ്റില്ല. ഒരു തവണ പറഞ്ഞു, എനിക്ക് വാക്ക് മാറ്റാനായിട്ട് കഴിയില്ല. ഈ ആത്മീയ ശക്തി ഉള്ളവര്, എല്ലാവരുടെ കാര്യം പറയല്ല, ഉള്ളവരുടെ കാര്യത്തില് എല്ലാവരെയും കപടയോഗികൾ എന്നൊന്നും പറയരുത്, പറഞ്ഞ് ശീലിക്കരുത്. ഇപ്പൊ ഒക്കെ കള്ളന്മാരാണ്, സകലവരും കള്ളന്മാരാണ്. വിശന്നിരിക്കുന്ന ഒരു സ്വാമിക്ക് വസ്ത്രധാരണം കൊണ്ടാണ് അയാള് കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സ്വാമി തോന്നുന്നത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു. അപ്പൊ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ അല്ലറ ചില്ലറ ബിസിനസ് ഒക്കെ നടത്തുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൊയ്തീൻ. മൊയ്തീൻ ഇപ്പോ മരിച്ചു. വിശന്നിരിക്കുന്ന ഒരാൾക്ക് മൊയ്തീൻ പറഞ്ഞ അനുഭവം, എന്തോ ആഹാരം കൊണ്ടേ കൊടുത്തു. അപ്പൊ ഇത് വേഗം വാങ്ങി തിന്നുന്ന വിചാരം. ഇത് വേണ്ടാന്ന്. അപ്പൊ തന്നെ മൊയ്തീൻ അത്ഭുതമായി. എന്താ പറയാൻ കാരണം? എന്റെ ഉപാസനാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ വിശപ്പ് അതിനൊരു സൗകര്യമാണ്. വിശപ്പ് മാറിയാൽ ഞാൻ ഉപാസനാമൂർത്തിയെ മറക്കും. ഒരു ഉയർന്ന ചിന്താഗതിയാണ്. വിശപ്പ് മാറിയാൽ ഞാൻ എന്റെ ഉപാസനാമൂർത്തിയെ മറക്കും. ഇവരൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു വരി പറഞ്ഞപ്പോ ഇത് മൊയ്തീൻ ഒരു വിവരമുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ട കാര്യം എന്നോട് പറഞ്ഞു. മൊയ്തീൻ ഇപ്പൊ ഇന്ന് നമ്മുടെ കൂടുതലില്ല. ഉന്നതമായ ചിന്താഗതിയുള്ള ഒരാള് ആയിരുന്നു. ഇടയ്ക്ക് കോഴിക്കോട് മാങ്കാവിൽ എന്റെ വീട്ടിൽ വരും.
എന്നോട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കും. പട്ടാമ്പിയിൽ ഒരു അനിയൻ സാംസ്കാരിക പ്രവർത്തകനായ പട്ടാമ്പി വിജയരാഘവൻ എന്റെ സുഹൃത്തായിരുന്നു മൊയ്തീൻ. മനുഷ്യനെ ഉത്കർഷത്തിലേക്ക് എത്തിക്കുന്ന ഈ വക കാര്യങ്ങളാണ്, ബാക്കി കാര്യങ്ങളല്ല. അത് ആകാശതത്വവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതി, മാനസികമായിട്ടുള്ള ഉത്കർഷം, ഉയർന്ന ചിന്താശക്തി. ആ ചിന്താശക്തി ഉള്ളവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, അവരെ കണ്ടുപിടിക്കണം. അത്രയും വലിയ ചിന്താശക്തിയുള്ള ആളുകളെ അയ്യോ അത് നമ്മളുടെ ഗോപാലേട്ടനോ അങ്ങനെ പറയരുത്. ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലത്തെ ഒരു സംസ്ഥാനത്ത് സംസ്കാരത്തോടും ഭാഷയോടും എനിക്ക് ഭയങ്കര ആദരവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ സംസ്ഥാനത്ത് പോവും, അവിടെ ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. ഒരു തവണ അവിടുത്തെ ഏറ്റവും വലിയ കേടികളെ കുറിച്ച്, കള്ളന്മാരെ കുറിച്ചും ദുഷ്ടന്മാരെ കുറിച്ചും ആ നാട്ടുകാരൻ ഒരാൾ വിവരിച്ചു. നിങ്ങൾ വിചാരിക്കണ പോലെ നല്ല രാജ്യവും നല്ലത്, ഇവിടുത്തെ എത്ര ദുഷ്ടന്മാരാണ് ഇവിടെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ മറുപടി കറക്റ്റ്. അങ്ങനെ വലിയൊരു ദുഷ്ടനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ അത്ര നല്ലൊരാളെയും സൃഷ്ടിച്ചിട്ടുണ്ടാവില്ലേ? ഈ രണ്ടാമത്തെ എന്താ നമ്മളും ഉണ്ടാക്കിയത്? ഈ ലോകത്ത് ഇത്രയും ദുഷ്ടന്മാരില്ലേ? ഉണ്ട്. അപ്പൊ അത്രയും നല്ല ആളുകളില്ലേ? ഞാൻ കഥ എഴുതുമ്പോ ദുഷ്ടനെ നന്നായിട്ട് ചിത്രീകരിക്കും. എന്തിനാണിയോ? അങ്ങനെ ഒരു ദുഷ്ടൻ ഉണ്ടെങ്കിൽ അത്ര നല്ല ആള് ഉണ്ടാവും. ഈ ചിന്തയൊക്കെ മനുഷ്യനെ ഉത്കർഷത്തിലേക്ക് നയിക്കും എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.